കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ചമ്മെ നടത്തുന്ന ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹോവയായ കർത്താവ് നമുക്ക് ബലം നൽകും, ശക്തി നൽകും. തിരുവെഴുത്ത് പറയുന്നു, ഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, ഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. പ്രിയരെ, നമുക്ക് ശക്തി നൽകുന്ന, സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും പുകഴുന്ന ആ ശ്രേഷ്ഠ നാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹോവയെങ്കിലെ സന്തോഷം എന്നും നമ്മുടെ ബലമായിരിക്കണം. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരാൻ അവിടുന്ന് നമുക്ക് നൽകിയ സാവകാശത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് എപ്പോഴും നന്ദി പറയാൻ ഇടയാവണം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത, നമ്മുടെ വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ച, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തിന് നന്ദി പറയണം. ആയിരിക്കുന്നത് മഹാകൃപയാൽ കൃപയാൽ കൃപയാൽ. നമ്മുടെ കഴിവുകൊണ്ടല്ല സഹോദരങ്ങളെ, നമ്മുടെ മിടുക്കുകൊണ്ടല്ല. ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമാണെന്നോർത്ത് അവിടുത്തേക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാൻ തയ്യാറാവണം. പർവ്വതങ്ങൾ മാറിപ്പോകട്ടെ, കുന്നുകൾ നീങ്ങിപ്പോകട്ടെ, അവിടുത്തെ ദയ നമ്മെ വിട്ട് മാറുകയില്ല. സമാധാന നിയമം നീങ്ങിപ്പോകയില്ല. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്ന് നടത്തും, മേലാലും നടത്തും. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാവണം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? ആരാണ് എന്റെ കരത്തിൽ പിടിച്ചത്? നമ്മുടെ കരത്തിൽ പിടിച്ചത് സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്, ബലവാനായ ദൈവമാണ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ കൈവിടില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് മാത്രമാണ് അറിയിച്ചത്. ലോകത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, ശാപത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. സദൃശ്യവാക്യം 3-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം സുപരിതമാണല്ലോ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തിന് മുൻതൂക്കം കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. എല്ലാത്തിന്റെ ആദ്യം ദൈവമായിരിക്കണം. ആദ്യം ദൈവത്തിൽ തുടങ്ങിയാൽ, എല്ലാത്തിന്റെയും തുടക്കം ദൈവത്തിന്റെ മുമ്പാകെ ആരംഭിക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് തുടങ്ങിയാൽ, ദൈവത്തോട് ആലോചന ചോദിച്ച് മൂവ് ചെയ്താൽ ഉള്ള റിസൾട്ടാണ് അവിടെ പറയുന്നത്. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദുർഘടങ്ങളില്ലാതെ സ്മൂത്തായിട്ടെത്തുവാൻ, സകലത്തെയും ജയിക്കാൻ ദൈവം കൃപ നൽകും. കാരണം നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടുന്ന് നമുക്ക് മുമ്പായി പുറപ്പെടും. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുമെന്ന് പറയുമ്പോൾ പാതകളിലുള്ള സകല ദുർഘടങ്ങളെയും, പതിയിരിക്കുന്ന ശക്തികളെയും എല്ലാം ദൈവം എടുത്തു മാറ്റി ഭയം കൂടാതെ മുൻപോട്ട് പോകാനിടയായിത്തീരും. ആവർത്തന പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ ഹോവ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പായി പുറപ്പെടുന്നു. നീ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ പൊക്കമുള്ളതാണ്, വലിപ്പമുള്ളതാണ്.
നിനക്ക് ശക്തികളുണ്ട്. പക്ഷേ ദൈവം അതിനെ വെട്ടാൻ, അതിനെ ദഹിപ്പിക്കാൻ, നിനക്ക് സ്മൂത്തായ പാതയൊരുക്കാൻ, നിന്റെ പാതകളെ നേരെയാക്കാൻ ആഴിയിൽ പാതയൊരുക്കിയ ദൈവമാണ്. നമുക്കറിയാം, ആഴിയിൽ ഗർത്തങ്ങളുണ്ട്, മണ്ണ് കൂടിയ സ്ഥലങ്ങളുണ്ട്. തന്റെ ജനത്തെ അങ്ങനെയല്ല ദൈവം കടത്തിവിട്ടത്. ആഴിയെ പാതയാക്കി മാറ്റിയ, ഗർത്തങ്ങളെല്ലാം സമതലമാക്കി ഉണങ്ങിയ നിലത്തൂടെ കടത്തിവിട്ടു എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ ദൈവത്തിന് മുൻതൂക്കം കൊടുത്താൽ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്താൽ, നമ്മുടെ പാതകളെ നേരെയാക്കുന്ന ഒരു ദൈവം. മറ്റൊരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നു, ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം. അപ്പോ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന, ഇടറിപ്പോകാൻ അനുവദിക്കാതെ, വീഴാൻ അനുവദിക്കാതെ, സ്ഥിരമായി മൂവ് ചെയ്യത്തക്ക രീതിയിൽ ദൈവം നമ്മളെ ശക്തീകരിക്കും. ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനുമെന്ന് പൗലോസൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ദൈവമായിട്ടുള്ള ബന്ധം അത്ര ശക്തമായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ആ ഭക്തൻ ശക്തമായി പ്രഖ്യാപനം ചെയ്യുന്നു. നമുക്കറിയാം സഹോദരങ്ങളെ. മറ്റൊരു സങ്കീർത്തനം എഴുതി, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കണം. സ്തോത്രം. ഇവിടെ പറയുന്നു, ദൈവത്തെ എല്ലാ വഴികളും നനയ്ക്കണം. 37 പറയുന്നു, നിന്റെ വഴി യഹോവയിൽ ഏൽപ്പിക്കണം. ദൈവത്തിലൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് അവൻ അത് നിർവഹിക്കുന്ന ദൈവം. നമുക്ക് കഴിയാത്തത്, നമ്മൾ പരാജയപ്പെട്ടിടത്ത്, ഇനി എനിക്കിത് നടക്കുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കണം. കാരണം ഉത്തരവാദിത്തമുള്ളവന്റെ കയ്യിലല്ലേ, സർവശക്തന്റെ കയ്യിലല്ലേ, വിളിച്ചു വരുത്തുന്നവന്റെ കയ്യിലല്ലേ, നിർമ്മിക്കുന്നവന്റെ കയ്യിലല്ലേ, ജയിച്ചവന്റെ കയ്യിലല്ലേ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രീ ആവണം. നിന്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കണം. അടുത്ത വാക്യോടെ ശ്രദ്ധേയമാണ്, അവനിൽ തന്നെ തന്നെ തന്നെ, മറ്റെങ്ങും ആശ്രയിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കാനല്ല, ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തയ്യാറാകുമ്പോ നമ്മുടെ പാതകളെ നേരെയാക്കുന്ന ദൈവം, നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം. 18 സങ്കീർത്തനം. ഏതൊക്കെ കുറവുകളുണ്ടോ, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത കുറവുകൾ, ചിന്തിച്ചിട്ടും എത്തും കിട്ടാത്ത വിഷയങ്ങൾ, ആ വഴികളുടെ കുറവുകളെ തീർക്കുവാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നനയ്ക്കാൻ, ആ ദൈവത്തിൽ വഴികൾ ഫലമേൽപ്പിക്കാൻ, ആ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ ഗമനത്തെ സ്ഥിരമാക്കും, പാറമേൽ ഉയർത്തും, കൂടാരത്തിൽ ഒളിപ്പിക്കും. തലകളെ ഉയർത്തിപ്പിടിപ്പിക്കുന്ന ദൈവം ഇന്നും നമ്മോടുകൂടെ ഉണ്ട്. ധൈര്യത്തോടെ പറ, ഞങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം, വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം, പാതകളെ നേരെയാക്കുന്ന ദൈവം ഞങ്ങളുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ, അവിടുത്തെ മുൻപാകെ വിഷയം കൊടുക്കൂ, ദൈവമുമ്പാകെ സമർപ്പിക്കൂ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കൂ. നിങ്ങൾ പരാജയപ്പെടത്തില്ല. നിങ്ങളുടെ കൂടെ സർവശക്തനുണ്ട്. വഴി തുറക്കുന്നവനുണ്ട്, വഴി ഒരുക്കുന്നവനുണ്ട്, വിളിച്ചു വരുത്തുന്നവനുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ ചിലത് സൃഷ്ടിക്കുന്നവനുണ്ട്, സൗഖ്യമാക്കുന്നവനുണ്ട്. ലോകത്തിന് പറ്റാത്തത് എനിക്ക് പറ്റുമെന്ന് പറയുന്ന, എനിക്ക് സാധ്യമെന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകൽ മുഴങ്ങുകയാ. ഏൽപ്പിച്ചു കൊടുക്കുക. നീ ഭാരപ്പെടുന്ന വിഷയത്തെ, അതിന്റെ കുറവ് തീർക്കാൻ,
അതിന്റെ കേട് തീർക്കാൻ, അതിനെ പണിയാൻ കഴിവുള്ളവൻ നിങ്ങളുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്താട്ട്. യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യം. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ വഴികളൊക്കെ അങ്ങയുടെ കരങ്ങളിൽ കൊടുക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ അങ്ങയുടെ കരങ്ങളിൽ കൊടുക്കുന്നു. ഞങ്ങളുടെ എല്ലാ വഴികളും ഞങ്ങൾ അങ്ങേ നനയ്ക്കുന്നു. ഞങ്ങളുടെ പാതകളെ നേരെയാക്കുന്ന, ഗമനത്തെ സ്ഥിരമാക്കുന്ന, വഴിയുടെ കുറവ് തീർക്കുന്ന, സകലവും നിർവഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ കരുത്തിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കാൻ സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. നമ്മുടെ വഴി ദൈവത്തിൽ ഏൽപ്പിക്കുക. ദൈവത്തെ നനയ്ക്കുക. അവിടുന്ന് അത്ഭുതം ചെയ്യും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.